നമ്മളിപ്പം ഫോണ് മാക്സിമം എളുപ്പത്തിൽ ഉപയോഗിക്കാനാണ് നോക്കുക. ഇതിപ്പോൾ പവർ ബട്ടൺ ഇല്ലാണ്ട് നമുക്ക് ലോക്ക് ചെയ്യാനാണോ, ഇവിടെ ഇത് ഞെക്കാണ്ട് നമുക്ക് ഫോൺ ലോക്ക് ചെയ്യാനാണോ, സ്ക്രീൻഷോട്ട് എടുക്കാൻ മെയിനായിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടേണ്ടി അതാണ് സ്ക്രീൻഷോട്ട് എടുക്കൽ. അതുപോലെ വോളിയം ബട്ടൺ ഉപയോഗിക്കാണ്ട് വോളിയം കൺട്രോൾ ചെയ്യാനാകുക. ചില ഫോണിൻ്റെ വോളിയം ബട്ടൺ ഉണ്ടാകുകയില്ല, പവർ ബട്ടണും വോളിയം ബട്ടണൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവും. അത് വെക്കണമെങ്കിൽ ചിലപ്പം കിട്ടുകയില്ല, ചിലപ്പം കൊടുത്താൽ മൊബൈൽ ഷോപ്പ് കൊടുക്കാൻ മടിയായിരിക്കും, കൊടുത്താൽ നല്ലൊരു പൈസ കൊടുക്കണം. അപ്പോൾ അതങ്ങനെ തന്നെ ഇടും. ചിലർ കാണാൻ ഈടുകൊണ്ടൊക്കെ ഇങ്ങനെ കുത്തുന്നത് ഇതങ്ങ് എടുത്തു പോയിട്ട് തുളയായിട്ട്. അപ്പോൾ ഇതിനൊക്കെ പകരമായിട്ട് നമുക്ക് സംഭവം സെറ്റ് ചെയ്യാം. നമുക്കൊരുപാട് എളുപ്പത്തിൽ ഫോൺ ഉപയോഗിക്കാനുള്ള ഒരു സംഭവം, ഈ ടച്ച് കംപ്ലീറ്റ്. നമുക്കതിന് jtouch ഉപയോഗിക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക, ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചറുള്ളത്, എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട് എന്നൊക്കെ ഒന്ന് നോക്കുക. പറയുന്നതിൻ്റെ ഇടയ്ക്കൊരു കാര്യം കേട്ടോ, കുഞ്ഞുമോക്ക് എന്തോ പറയേണ്ടോ അല്ലേ, അന്ന് കേട്ടുക. ഞങ്ങളുടെ പുതിയ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓളേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് MRK ആർട്ട് വേൾഡിൽ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ അതിനും കൊടുത്തേക്ക് ഒരു ബൂസ്റ്റ്. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരിക. സെറ്റിങ്സ് പോയിട്ടൊരു പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ബട്ടൺ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലൊരു സാധനം ഇവിടെ വരും. കാണുന്നുണ്ടോ? ഈ സാധനം നമുക്ക് ഇവിടെ വരും. ഇനി ഇതിലെന്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കുക. ആദ്യം ഇതിൻ്റെ സ്റ്റൈല് ഒക്കെ മാറ്റണമെങ്കിൽ അവിടെ സ്റ്റൈൽ ആൻഡ് പൊസിഷൻ എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇഷ്ടം പോലെ കളറുകളുണ്ട്. ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. ആവശ്യം പോലെ അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് സിംഗിൾ ടാപ്പിൽ നമുക്ക് എന്താണ് ഇതിൽ വരേണ്ടതെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സിംഗിൾ ടാപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ട്, ലോക്ക് സ്ക്രീൻ ഉണ്ട്, ഹോം കീ ഉണ്ട്, ബാക്ക് ബട്ടൺ ഉണ്ട്, നോട്ടിഫിക്കേഷൻ പാനൽ ഉണ്ട്, റീസെന്റ് ആപ്പ് ഉണ്ട്, സ്വിച്ച് ടു ലാസ്റ്റ് ആപ്പ് ഉണ്ട്, നമ്മൾ ലാസ്റ്റ് ഓപ്പൺ ചെയ്ത ആപ്പ്, കിക്ക് സെറ്റിംഗ് പാനൽ ഉണ്ട്, സ്ക്രീൻഷോട്ട് ഉണ്ട്. ഞാനിപ്പോൾ അത് സ്ക്രീൻഷോട്ട് സെറ്റ് ചെയ്ത്. ഇനി നമുക്ക് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഡബിൾ ടാപ്പിൽ ഇപ്പോൾ റീസെന്റ് ആപ്പിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള റീസെന്റ് ആപ്പ് തന്നെ സെലക്ട് ചെയ്ത്. അതുപോലെ സ്വൈപ്പ് അപ്പിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഇവിടുന്ന് ആവശ്യമുള്ള സെറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഓരോ ബട്ടണും 1, 2, 3, 4, 5, 6, 7, 8, 9 ബട്ടൺ ഉണ്ട്. ഈ 9 ബട്ടണും നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കണ്ടേ. ഞാൻ ഇത് ക്ലോസ് ചെയ്തിട്ട് ആ വട്ടക്കണ്ണി ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഏടമാണെങ്കിൽ കൊണ്ടാക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ മെല്ലെ ഒരു ടച്ച് ചെയ്ത് നോക്കട്ടെ. ഒരു ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നോ. അടിപൊളി. ഇനി 2 ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. 2 ടൈപ്പ് ചെയ്തേരെ റീസെറ്റ് ടാബ് ഓപ്പൺ ആയി, അതും അടിപൊളി. ഇനി മേലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കട്ടെ. ലോക്കായി, അടിപൊളി. ലോക്ക് സ്ക്രീൻ വേണ്ട. ഇനി താഴോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കട്ടെ. ഇവിടെ നമുക്ക് ക്വിക്ക് സെറ്റിംഗ് പാനൽ വന്ന് ലോക്ക് ബട്ടൺ ഉണ്ട്. വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും നമ്മൾ വോളിയം ബട്ടൺ ഉപയോഗിക്കേണ്ട അതുണ്ട്. വൈഫൈ, ബ്ലൂടൂത്ത്, റൊട്ടേറ്റും ഒക്കെ ക്വിക്ക് സെറ്റിംഗ് പാനലിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് ഇതും കൂടെ ചെയ്യാം. ഇങ്ങനെ ഓരോന്നും എല്ലാ ബട്ടണും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഇടത്തോട്ടാക്കുന്ന നേരം, വലത്തോട്ടാക്കുന്ന നേരം, താഴോട്ടാക്കുന്ന നേരം, മേലോട്ടാക്കുന്ന നേരം, ലോങ് പ്രസ്, ഒരു കുത്ത്, 2 കുത്ത്, ഇങ്ങനെ പല ഓപ്ഷൻ ഉണ്ട്. ഓരോ ഓപ്ഷനിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാനാവും. അടിപൊളി പരിപാടിയല്ലേ. ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.